ഹലോ ഗൈസ്, ക്രിപ്റ്റോമിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഡോക്സ് കോയിൻ്റെ വിഡ്രോവൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈബിറ്റിക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യാമെന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡോക്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ടു എക്സ്ചേഞ്ച് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും, വാലറ്റ് ഇൻ ടെലഗ്രാം ഉണ്ടായിരിക്കും. ഇത് രണ്ടെണ്ണമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. ടോൺ കീപ്പർ അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കണം, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ എക്സ് വന്നിട്ടുണ്ടാവും, ബൈബിറ്റ് വന്നിട്ടുണ്ടാവും. നമ്മൾ ബൈബിറ്റാണ് ചെയ്യുന്നത്. നമ്മൾ ബൈബിറ്റ് കൊടുത്തു, സെൻഡ് ഹിയർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ബൈബിറ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഐ ഹാവ് ഇറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കാര്യമാണ് ചോദിച്ചുകൊണ്ടത്. ബൈബിറ്റ് UID ആണ് ഫസ്റ്റ് ചോദിച്ചുകൊണ്ടത്, പിന്നെ ഡോക്സ് ഡെപ്പോസിറ്റ് അഡ്രസ് മെമ്മോ. അപ്പോൾ ഇതെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ബൈബിറ്റിക്ക് പോകണം. ഓക്കെ, നമ്മൾ ബൈബിറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ UID ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രൊഫൈലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, പ്രൊഫൈൽ എടുത്തിട്ട് ഇവിടെ മുകളിൽ കാണാൻ പറ്റും, UID എന്ന് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ തന്നെ കോപ്പി ഓപ്ഷൻ കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി കോപ്പി ആവും. നിങ്ങൾ തിരിച്ച് വരാം, ബൈബിൻ്റെ UID അവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പി പേസ്റ്റ് മാത്രം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡോക്സിൻ്റെ അഡ്രസ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ നിന്ന് ബാക്ക് അടിക്കാം. ഇനി വേണ്ടത് ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് അസറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അസറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ്. ഓക്കെ, ഡെപ്പോസിറ്റ് കൊടുത്ത ഇവിടെ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ലാസ്റ്റ് ഓപ്ഷനാണ്. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ താഴെ കിടക്കുന്ന ഓപ്ഷൻ. ഇതിൽ നമ്മൾ ഡോക്സിന് സെർച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിൽ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് ഞാൻ മുന്നേ സെർച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഡോക്സിന് സെർച്ച് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ആ ഡോക്സ് ഇവിടെ അടിയിൽ കോയിനുകൾ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മളോട് നെറ്റ്വർക്ക് ചോദിച്ചിട്ടുണ്ടാവും. ആ ടോൺ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അത് ഓക്കെ കൊടുത്ത് വിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്സിൻ്റെ അഡ്രസ്സ്. നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കോപ്പി ഓപ്ഷൻ ഉണ്ട് എല്ലാത്തിലും, അത് കോപ്പി ചെയ്യാം. നേരെ തിരിച്ച് പോയിട്ട് ഇവിടെ ഡോക്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ആണ് മെമ്മോ. നമ്മൾ നേരെ തിരിച്ച് പോവുക. അഡ്രസ്സിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മെമ്മോയും കാണാൻ പറ്റും. ഇതും എന്ത് ചെയ്യുക? കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടത്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, സിമ്പിൾ സ്റ്റെപ്പാണ്, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ മെമ്മോയിൽ നമ്മൾ മെമ്മോയും കോപ്പി ചെയ്യാം. ഇത് 3 കോപ്പി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സെൻഡ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് UID കാര്യങ്ങളൊക്കെ നമ്മൾ അതിനാണ് പറയുന്നത്, കോപ്പി പേസ്റ്റ് കൊടുക്കാൻ പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്നിട്ട് സെൻഡ് കൊടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതാണ് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പോവും. അതുപോലെ തന്നെ KYC നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ടോക്കൺസ് പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്താൽ അപ്പോൾ തന്നെ ആവണമെന്നില്ല, പക്ഷേ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ 20-ാം തീയതിയാണ് ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ 20-ാം തീയതി ലിസ്റ്റിംഗ് വന്നതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ബുഫിന് കൊടുത്ത് ഇത് ക്ലോസ് ചെയ്ത് വിട്ടു, വിഡ്രോയിങ് എന്നാണ് കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം എടുക്കും. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അസറ്റ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. എന്നിട്ട് അവിടെ നിന്നുള്ള എന്താണ് ഡോക്സിൻ്റെ ടോക്കൺസ് ഓൾറെഡി വരും. ഇത് ടൈം എടുക്കും. നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മില്യൺസ് ഓഫ് ആൾക്കാർ സെയിം ടൈം ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ടൈം എടുത്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ഓക്കെ.